കള്ളില്ലേ, ആൺപനയുടെ കള്ളുമുണ്ട്, പെൺപനയുടെ കള്ളുമുണ്ട്. 2 തരം കള്ളുണ്ട് ഇവിടെ വിൽക്കുന്നത്. നല്ല പെൺപനയുടെ കള്ള് ഭയങ്കര മധുരമാണ്. 2 തരം കള്ളുണ്ട്. അവർ കുമ്പിളിൽ വെച്ച് തരും, ഭയങ്കര വിലയാണ്. അത് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാണാം. എനിക്ക് തോന്നുന്നുണ്ട് ആദ്യം 40 രൂപ പറഞ്ഞിട്ട് പിന്നെ 150 രൂപ മേടിച്ചെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ്, അതാണ്. ശ്രദ്ധയില്ലായ്മ കൊണ്ട് പറ്റിക്കുന്നതാണ്. എനിക്ക് രണ്ടാമത് വീഡിയോ എടുത്ത് കാണിക്കാൻ തോന്നി. ചെങ്കോട്ടയോട് നമ്മൾ അടുത്ത് 4.4 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിട്ടാണ് വരുന്നത്. അപ്പോൾ കിലോമീറ്റർ അറിയാൻ വേണ്ടി ഗൂഗിൾ മാപ്പിട്ടാണ് ഈ ഭാഗത്ത്. ഞാൻ നേരത്തെ വന്നിട്ടില്ല, വഴി ഗൂഗിൾ മാപ്പിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് കിലോമീറ്റർ കാണിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറയുന്നത്. അവിടെ കാറ്റാടി ഓടുന്നുണ്ട്, കാറ്റാടിപ്പാടം. അവിടെ കാറ്റാടി ഓടുന്നുണ്ട്. ദൂരെ ഒരു കാറ്റാടി കിടന്ന് ഇങ്ങനെ നല്ല കാറ്റത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ. തമിഴ്നാട്ടിൽ കാറ്റാടി കിടന്നെങ്കിൽ തമിഴ്നാട്ടിൽ ഇവന്നാണ്. അല്ലെങ്കിൽ കന്യാകുമാരി പോയാലും മൊത്തം കാറ്റാടിയാണ്, കാറ്റാടി മരം, കാറ്റാടിപ്പാടം ഫുള്ള്. ഇവിടെ എവിടെയോ ഒരു കാറ്റാടി മരം കണ്ടത്, കാറ്റാടി മരം. ഇപ്പം കാണിക്കാവേ. ചെങ്കോട്ട എടുക്കാറായി നമ്മൾ കേട്ടോ. 1.7 കിലോമീറ്റർ. ഇവിടെ സൂര്യകാന്തിപ്പാടം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അത് സൂര്യകാന്തിപ്പാടം ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. എവിടെയാണെന്ന് നോക്കട്ടെ. ഇവിടെ ചെങ്കോട്ട എത്തിയിരിക്കുകയാണ്. ചെങ്കോട്ട ചെങ്കോട്ട നമുക്ക് ഏറ്റവും എളുപ്പം തമിഴ്നാട്ടിൽ എത്തിച്ചേരാൻ പറ്റിയൊരു വഴിയാണ്. കേരളത്തിൽ ഈ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ളവർക്ക് ഏറ്റവും പെട്ടെന്ന് തമിഴ്നാട്ടിൽ എത്തിച്ചേരാൻ പറ്റിയൊരു വഴിയാണ് പുനലൂർ ടു ചെങ്കോട്ട. ഇവിടെയാണ് തമിഴ്നാട്ടിലെ ഒരു ഡാമുണ്ട്, കുണ്ടാർ ഡാം എന്ന് പറയുന്നത്. ആ ഡാമിലോട്ട് പോകുന്ന വഴി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ ആ വഴിയേ. തമിഴ്നാട്ടിലുള്ള ഒരു പ്രത്യേകത, ഒറ്റ ഓർമ്മത്തിൻ്റെ തലയിലൊന്നും ഹെൽമെറ്റൊന്നും ഇല്ല. ഞാനിവിടെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വന്നാൽ ഞാൻ മണ്ടനായി. അപ്പോൾ അത് ആലോചിച്ച് നോക്കി, കേരളം തമിഴ്നാട് തമ്മിലുള്ള വ്യത്യാസം. ഒറ്റ ഓർമ്മത്തിൻ്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല. എന്തായാലും പോയി നോക്കാം കുണ്ടാർ ഡാം. നമുക്ക് നേരെ കുണ്ടാർ ഡാമിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. നല്ല കാറ്റാണ് ഇവിടെ കാറ്റാടി മരം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വരുമാനമായിരിക്കും ഇലക്ട്രിസിറ്റി. അക്കാര്യത്തിൽ ഉറപ്പാണ്. ഏത് സമയത്തും നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. കാറ്റുപിടുത്തമുള്ള സ്ഥലമാണ്. ഇവിടെ 1-2 കാറ്റാടി മരം ഞാൻ കണ്ട്. ആരോ കൊണ്ട് തമിഴ്നാട്ടിൽ കാറ്റാടി മരങ്ങളുടെ നാടെന്ന് പറയും തമിഴ്നാട്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേറെ വഴിയില്ലല്ലോ. കാരണം ഈ വെള്ളം കുറവല്ലേ ഇവിടെ. കാരണം ഇലക്ട്രിസിറ്റി ഉണ്ടാകാൻ വേണ്ടി അവർ കൂടുതലും കാറ്റാടി മരങ്ങളാണ് ആശ്രയിക്കുന്നത്. നേരത്തെ പണ്ട് കാലങ്ങളിൽ 12 മണിക്കൂർ ഇവിടെ കറണ്ട് കിട്ടും. 12 മണിക്കൂറേ ഉള്ളായിരുന്നു കറണ്ട്. ഇടവിട്ട് കറണ്ട് പോകുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ആ പ്രതിസന്ധി അവർ പരിഹരിച്ച് കാറ്റാടി മരം കൊണ്ടാണ്. പിന്നെ കൂടംകുളം വൈദ്യുതി നിലയം വന്നില്ലേ, അതോടുകൂടി അവരുടെ പ്രതിസന്ധിയെല്ലാം തീർന്നു, വൈദ്യുതി പ്രതിസന്ധി. ഇപ്പോൾ വ്യവസായത്തിനും കൃഷിക്കും ഏറ്റവും കൂടുതൽ സൗഹൃദമായിട്ട് നിൽക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കുക തമിഴ്നാട്. ഇവിടെ നല്ല കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്.
നെൽകൃഷി നടക്കുന്നുണ്ട്. നെൽകൃഷി നല്ല വരി വരിയായിട്ട് എനിക്ക് മെഷീൻ ഉപയോഗിച്ച് നട്ട സ്ഥലമാണെന്ന് തോന്നുന്നു. കൃഷി നമ്മൾ കേരളത്തിൽ കൂടെ അല്ല പോകുന്നത്, തമിഴ്നാട്ടിൽ കൂടെ പോകുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കേരളം കൃഷി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവസാനിപ്പിച്ചിട്ട് കുറേ നാളുകളായി. എല്ലാം വിദേശ രാജ്യങ്ങളും പിന്നെ തീവ്രവാദം മാത്രമായിട്ട് നടക്കുക കുറേ എണ്ണം. കൃഷി എന്ന് പറയുന്ന പരിപാടി നമ്മുടെ കേരളത്തിലില്ല, അന്യം നിന്ന് പോയി. അതേ നമ്മൾ ഗുണ്ടാർ ഡാം സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു അമ്പലമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാഴ്ചകളിലോട്ട് പോകാൻ പറ്റും. ഇതാണ് ഗുണ്ടാർ ഡാം, തമിഴ്നാട്ടിലെ ഗുണ്ടാർ ഡാം. നല്ല ശുദ്ധമായ ജലമാണ് ഇവിടെ. നേരത്തെ ബാണാസുര സാഗർ ഡാമിൽ പോയോട്ട് ഉള്ളൊരു പ്രതീതിയാണ്. അപ്പുറത്തും ഇപ്പുറത്തും കാഴ്ചക്കാരൊക്കെ ഉണ്ട് അല്ലേ. ഗുണ്ടാർ ഡാം കൂടുതൽ എന്തെങ്കിലും ഉണ്ടോന്നോ. ഇതാണ് തമിഴ്നാട്ടിലെ ഗുണ്ടാർ ഡാമാണ്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ബോട്ടിങ് കയറാൻ ഇവിടെ ഗൂഗിൾ പേയ്ക്ക് റേഞ്ച് കിട്ടത്തില്ല. അത് കാരണം ബോട്ടിങ്ങിന് ഞാൻ പോകുന്നില്ല. ഇവിടെ കണ്ടില്ലേ, നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ. ഗുണ്ടാർ ഡാം താരതമ്യേന ചെറിയൊരു ഡാമാണ്. നമ്മുടെ ഇപ്പോൾ കണ്ട മറ്റേ ഏതാണ് തെന്മല ഡാമിൻ്റെ കൂട്ടോ ഇടുക്കി ഡാമിൻ്റെ അത്രയും വലുതൊന്നുമല്ല, ചെറിയ ഡാമാണ് ഗുണ്ടാർ ഡാം. ജലസേചനത്തിന് വേണ്ടി തമിഴ്നാട് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമാണ്. അല്ലാതെ വൈദ്യുതി ഉൽപ്പാദനം ഒന്നും ഇതിനകത്ത് നടക്കുന്നില്ല. കണ്ടില്ലേ, മലനിരങ്ങളെ ചുറ്റപ്പെട്ട സ്ഥലമാണ്. നല്ല അടിപൊളിയാണ്. ആരെങ്കിലും ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ നോക്കുക, കയറി. ഗുണ്ടാർ ഡാം അവിടെ ബോട്ടിങ് നടക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. നമ്മളിപ്പോൾ ഗുണ്ടാർ ഡാമിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കാണ്. കുറ്റാലം വെള്ളച്ചാട്ടം അത് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ കുറ്റാലത്തോട്ട് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ. അപ്പോൾ കുറ്റാലം വെള്ളച്ചാട്ടം കാണാനുള്ള പരിപാടിയിലാണ് അടുത്തത്. ആ കുറ്റാലം വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിയാണ്. 2.5 കിലോമീറ്ററോളം. ഇവിടെ കേരള സർക്കാരിൻ്റെ കേരള പൊതുമരാമത്ത് വകുപ്പ് കേരള പാലസ് കുറ്റാലം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ ഞാൻ 2-3 ഇടത്തൊക്കെ ഇങ്ങനെ കണ്ട് കേരളത്തിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. വീഡിയോ കാണുന്ന ആളുകൾ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഞാൻ വന്നിട്ട് മെയിനായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബൈക്കുകാരൻ വരുന്നുണ്ടോ, ഒരാൾ പോലും ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഹെൽമെറ്റ് ഉപയോഗിക്കാതാണ് റൈഡിങ് ഇവിടെ മൊത്തം. ഹെൽമെറ്റ് വെച്ചിട്ട് വന്നാൽ ഞാൻ വെറും മണ്ടറായി. ഇവിടെ എല്ലാവരും ട്രിപ്പിൾസും 2 പേരും ഒരാളും എല്ലാം പോകുന്ന ഹെൽമെറ്റ് വെക്കാതാണ്. കേരളത്തിൽ മാത്രമേ എനിക്ക് തോന്നുന്നു നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ സ്ഥലത്തും ഹെൽമെറ്റ് അത്ര നിർബന്ധമൊന്നും അല്ലെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ജനത്തെ പിഴിയാനൊക്കെ ഉള്ള ഓരോരോ മന്ത്രങ്ങളെ, ഓരോരോ പരിപാടികൾ. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സംസാരത്തിൻ്റെ കൂടിക്ക് തന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. നമ്മൾ കുറ്റാലം എത്തിയിരിക്കുകയാണ്. കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ നമ്മൾ കുറവാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അവിടെ ഉണ്ടാവുള്ളൂ. അതെന്തായാലും നോക്കാം. അണ്ണേ വെള്ളച്ചാട്ടമൊക്കെ വെള്ളച്ചാട്ടം
നേരെ മേളിലോ? ഓക്കെ ഓക്കെ. ഇവിടെ കുട്ടികളൊക്കെ, സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് വന്നത്. ഇവിടെ തത്തയും കൊണ്ടിരിക്കുന്ന പുള്ളിയാണ്. ഇവിടെ വന്നപ്പോൾ ബോളി ഉണ്ടാക്കുന്നതാണ്. ബോളി കുട്ടികൾക്ക് ബോളിക്കകത്ത് ഇതെന്നാണ്ടില്ല കടലപ്പരിപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാകുന്ന സാധനം. അണ്ണാ ഒരെണ്ണം ഇവിടെ തന്നെ ബോളി. ₹20 ഇതാണ് ബോളി. ₹20. അങ്ങനെ കുറ്റാലം വെള്ളച്ചാട്ടം. ഞാൻ വന്ന് പ്രതീക്ഷ കൂട്ടൊന്നുമില്ല. ആൾക്കാർ ക്യൂ നിന്നാണ് കുളിക്കാൻ കയറുന്നത്. ഞാൻ വിചാരിച്ചത് ക്യൂ ഒന്നും കാണില്ല എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ആൾക്കാർ ക്യൂ നിന്നിട്ടൊക്കെയാണ് കുളിക്കുന്നത്. കുറ്റാലം വെള്ളച്ചാട്ടം ലോകപ്രസിദ്ധമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഇവിടെ നല്ല കച്ചവടമൊക്കെ നടക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട്. ഇവിടെ ഞാൻ മുമ്പ് ബോളി കഴിച്ച സ്ഥലമാണ്. ബോളി നല്ല രുചി ഉണ്ടായിരുന്നു. ഇവിടെ നല്ല കച്ചവടമൊക്കെ നടക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട്. ഇവിടെ ഞാൻ മുമ്പ് ബോളി കഴിച്ച സ്ഥലമാണ്. ബോളി നല്ല രുചി ഉണ്ടായിരുന്നു. കുറ്റാലത്ത് 2 വെള്ളച്ചാട്ടം ഉണ്ട്. ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതുകൂടെ ഒന്ന് പോയി നോക്കാൻ പോകണേ. അതോടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഓക്കെ. അടുത്ത പുതിയ മറ്റേ വേറൊരു ഫോളുണ്ട്, വാട്ടർഫോള്. അവിടോട്ട് പോവുകയാണ്. അങ്ങനെ ക്യാമറ അവിടോട്ട് പോവാണ്. തമിഴ്നാട്ടിലെ വ്യൂ ഉണ്ടോ? നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല മാസമായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ വന്നൊക്കെ ഒരു വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. നല്ല സിനിമ. അതായത് സ്ഥലമാണ്. 2 സ്ഥലം കണ്ടില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു.
അണ്ണ പേര് മാരിയപ്പൻ. മാരിയപ്പൻ. ഊര് തിരുച്ചെന്തൂർ. കായൽപട്ടണം. അതെ. ഓക്കെ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ? സബ്സ്ക്രൈബ് പண்றோம். ഓക്കെ, ശരി ശരി ശരി. അണ്ണേ എന്നാണ്ട് വിശേഷം? സുഖമല്ലേ? ഓക്കെ ഓക്കെ. പേരെന്നാ? പേര് മാരിയപ്പൻ. മാരിയപ്പൻ. ഓക്കെ ഓക്കെ ശരി. ഇതാണ് കുറ്റാലം രണ്ടാമത്തെ വെള്ളച്ചാട്ടം, മെയിൻ വെള്ളച്ചാട്ടം. അത് കാണാൻ വേണ്ടി വന്നതാണ്, ഷൂട്ട് ചെയ്യാൻ വേണ്ടി. നമ്മുടെ കൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. കയറി പോയിട്ട് വന്നേ. കുളിക്കാൻ പോയിട്ട് വാ. പോയിട്ട് വാ. എന്തായാലും കണ്ടില്ലേ, നല്ല വെള്ളച്ചാട്ടമാണ്. കണ്ടില്ലേ, എല്ലാവരും കുളിച്ചോണ്ടിരിക്കുക. നമുക്കതിനെ ഇടയ്ക്ക് പോയി കുളിക്കാനൊന്നും പറ്റില്ല, അതുപോലെ തിരക്കാണ്. ഇവിടെ 2 പൂള് പണിഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല തണുത്ത വെള്ളമാണ് മേളിൽ നിന്ന്. നമ്മുടെ അണ്ണൻ മാരിയപ്പ അണ്ണൻ പുള്ളി കുളിക്കാൻ വേണ്ടി പോവുകയാണ്. കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ സൈഡിലൊക്കെ. നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന്. ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ തണുപ്പ് എങ്ങനെ ഉണ്ടെന്ന്. നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. കണ്ടില്ലേ, കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട്. ഇന്ന് ഇത്രയും ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ലേ. നല്ല തിരക്കാണ് കുളിക്കാൻ വേണ്ടി. കണ്ടില്ലേ, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് കുണ്ടിക്ക് വെച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി കുണ്ടിക്ക് വെപ്പാണ് എല്ലാവരും. നല്ല അടിപൊളിയായിട്ട്. യൂട്യൂബ് ചാനൽ GoPro അല്ല യൂട്യൂബ്. നല്ല അടിപൊളിയാണ്, കണ്ടില്ലേ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എടുക്കെടുക്ക്. ആനപ്പ ഓക്കെ. മാടസ്വാമി എൻ്റെ ഊര് ராஜாலயம். ஓகே 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 யூடியூபில் என் சேனல் சப்ஸ்கிரைப் பண்ண சொல்லுங்கள். ஓகே ஓகே. No. നല്ല കാഴ്ചയാണ്. എല്ലാവരും വേണ്ട ഷോ കാണിക്കണം.
യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ പിന്നെ ഉള്ള ശരിയാണ് ലൈവ് ശരിയാണ് കുട്ടികളത്തെ ശരിയാണ് ലൈവ് செம்மையா இருந்துச்சு வேற ஒண்ணுமே கிடையாது சூப்பரா இருந்துச்சு கமெண்ட் போறேன் கமெண்ட் சொல்லுங்க அந்த ஆளு குற்றாலத்தில் வெள்ளப்போக்கு அப்படின்னு போடுங்க எடப்பாடி அவ்வளோ லோக்கல் நியூஸில் போடுங்க நம்ம பூஜை நல்லா எடுத்துக்கோங்க தண்ணி சும்மா ஆள் வராது விழுதா டிவி யூடியூப் சேனல் யூடியூப் சேனல் நல்லா தெளிவாக போடுங்க தெளிவாக போடுங்க வரமாட்டேங்காங்களே அண்ணா வீடியோ எடுக்காங்கடா ஜெயதேவனை வாடா தண்ணி நின்று பாருங்க இங்க பாருங்க நானே பாருங்க இங்கே பாருங்க யூடியூப்பா என்ன சொல்லணும் நல்லா இருக்குப்பா கொஞ்சோண்டு சீசன் கம்மியாக இருக்கு ஆனால் நல்ல குளியல் சூப்பரான குளியல் என்ன ஒன்றும் இல்லை நம்ம மக்களுக்கு கொஞ்சோண்டு தண்ணி கூட வந்துச்சுன்னா நல்லா இருக்கும் தண்ணி தான் கொஞ்சம் கம்மியாக இருக்குது இருந்தாலும் கொஞ்சமாக இருந்தாலும் சூப்பரான குளியல் அருமையான குளியல் ஓகேவா ஓகே அனுப்பிட முடியல வாட்ஸ்அப்பில் நாளை யூடியூப் சேனலில் வந்துடும் அப்படியா வாங்க நல்லா குளிக்கலாம் திருப்தியாக குளிக்கலாம் ஓகே குற்றாலத்தில் தண்ணி கம்மியாக இருந்தால் தான் நல்லா குளிக்கலாம் அதிகமாக இருந்தால் யாருமே குளிக்க முடியாது கோச்சிக்க வேண்டாம் தண்ணி கம்மியாக தான் இருக்குது ஆனால் நல்லா குளிக்கலாம் நல்லா ஃபேஸாக குளிக்கலாம் வணக்கம் சூப்பராக இருக்கு சார் யூடியூப் சேனல் ஹோம் சிக்ஸ்டி சிவகாசி பட்டாசு கடைகளில் வரும் நம்பி வந்தோம் தண்ணி கம்மியாக தான் வருது வருஷம் வருவோம் இந்த வருஷம் மாதிரி ரொம்ப மோசமான சூழ்நிலை கிடையாது தண்ணி ரொம்ப கம்மியாக வருது இவர் கலர மேனேஜர் நல்லா இருக்கு
கிளைமேட் நல்லா இருக்கு. ஓகே. கிளைமேட் நல்லா இருக்கு. பட் வெயில் ஜாஸ்தியாக இருக்குது. இன்னும் 2 நாளைக்கு கொஞ்சம் வெயில் அதிகமாக இருக்கும். அடுத்து வந்து சீசன் ஆரம்பிச்சிருவாங்க. நல்லா இருக்கும். திருநெல்வேலி மேலப்பாளையம் வாழ்க்கை வளமுடன். இந்த தண்ணி நல்லா நல்லபடியாக இருக்குது. இல்லை கொஞ்சம் சீசன் கம்மியாக இருக்குது, தண்ணி கம்மியாக விடுது. ஆனால் நல்லா இருக்கு. வாழ்க்கை வளமுடன் என்று வாழ்வோம். சார் சிவாச்சிலேருந்து வர்றேன் சார். நல்லா இருக்குது சார். ஆனால் தண்ணி ரொம்ப கம்மியாக இருக்குது, கூட்டமும் கம்மியாக இருக்குது. அவன் இந்த வருஷம் கேரளாவில் மழை வந்து ஏமாத்துன மாதிரி மழை ரொம்ப கம்மியாக இருக்கிறதுனால ஏமாற்றத்தோடு போகிறேன் சார். கூட்டம் பரவாயில்லாமல் இருக்குது, தண்ணி அந்த அளவுக்கு ரொம்ப கம்மியாக இருக்குது சார். பரவாயில்ல சார். ஓகே ஓகே சார். நான் நாளைக்கு அப்புறம் நான் வந்து புதுக்கோட்டை டிஸ்ட்ரிக்ட்லேருந்து வர்றேன். நான் வந்து ஒரு பொறுப்பில் இருக்கேன். இருந்தாலும் அந்த இதெல்லாம் வேண்டியதில்லை. இங்கே அருமையான குளியல், சூப்பர் குளியல், பெஸ்ட்டான குளியல், அவ்வளோ அருமையாக இருக்குது. கம்மியாக தண்ணி ஊற்றுனாலும் கூட்டம் இல்லாமல் நல்லா குளித்தோம். நல்லா குளிச்சுட்டு தாராளமாக இருக்கும். ஓகே ஓகே பாய். எனக்காக ஒரு செல்ஃபி ஓகே எடுக்க முடியுமா? ஊருണ്ട് എടുക്കും പുതുക്കോട്ടെ ഓക്കെ. സെൽഫി മൊബൈലിൽ ഓർമ്മ എനക്കാ ഓർമ്മ വേണം. ப்ளஸ் ப்ரோ. ഓക്കെ. അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. ഇവിടെ എവിടെയാണ്? ചെങ്കോട്ട പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് പുനലൂർ തൂക്കുപാലത്തിൻ്റെ അവിടെ എന്തോ ലൈറ്റോ ഷോയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് പോവാം. അവിടെ സാധാരണ സമയത്ത് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് ഈ വഴി കൂടെ. ഇതാണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ രാത്രികാല ദൃശ്യമാണ്. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയായിട്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. സൂപ്പർ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി അടുത്ത വീഡിയോ മിക്കവാറും ഈ നമ്മുടെ ട്രെയിൻ റൂട്ടില്ലേ, പുനലൂർ ചെങ്കോട്ട ട്രെയിൻ റൂട്ട്, അത് വളരെ മനോഹരമാണെന്ന് കേട്ട് അതായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.